കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ OVBSന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ ബഹുമാനപ്പെട്ട ജിജി പണിക്കർ സാറുകളും അതോടൊപ്പം നമ്മുടെ OVBSന്റെ ചുമതല ഈ വർഷം വഹിക്കുന്നത് എലിസബത്ത് ടീച്ചറാണ്. പ്രത്യേകിച്ച് അവരോടൊപ്പം എല്ലാവരും അതിന്റെ ഭാഗമാണ്. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ OVBSന്റെ ചിന്താവിഷയം അറിയാമോ? എന്താണ്? മനസ്സിലായില്ല? നിങ്ങളിവിടെ ബാനർ കണ്ടില്ലേ? എന്താ ഇന്ന് ഈ വർഷത്തെ ചിന്താവിഷയം? നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. എന്താ? നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. ഇത് പറയുമ്പോ അതിന് മറുപടി എന്താ പറയാ? ദൈവമേ നയിക്കണമേ. അപ്പൊ ഇന്നിപ്പോ അച്ഛന്മാരൊക്കെ വരുമ്പോ എന്ത് പറയാം? അവര് പറയും നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ എന്ന് പറയുമ്പോ എന്ത് പറയും? ഉറക്കെ പറയേ, ദൈവമേ നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. ബാക്കി കാര്യങ്ങളൊക്കെ അകത്ത് ചെന്നിട്ട് പറയാം. എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ വർഷത്തെ OVBS ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആരംഭിക്കുന്നു. കൊടിയേറ്റുമ്പോ എന്തോ കാണണം? അപ്പൊ എത്രയും ശബ്ദത്തിൽ പറയാവോ അത്രയും ശബ്ദത്തിൽ പറയണം. രാവിലെ വല്ലതും കഴിച്ചോ? കഴിച്ചോന്ന് ഞാൻ നോക്കട്ടെ. പറയോ? തിരുവചനം ബോധമായി പഠിച്ചിടാം പഠിച്ചിടാം അരുമനാഥൻ കരങ്ങളിൽ പിടിച്ചിടാം പിടിച്ചിടാം കൈകൾ കൂപ്പി കർത്തനെ സ്തുതിച്ചിടാം സ്തുതിച്ചിടാം കൂട്ടരെ പോയിടാം തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോട് ചേർന്നു ജീവിക്കാം. കൂട്ടരെ പോയിടാം തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു നാഥനോട് ചേർന്നു ജീവിക്കാം. OVBS 2025 ഉദ്ഘാടന പരിപാടിയാണ്. നമ്മൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നടത്തുന്ന പരിപാടിയാണ്. എല്ലാം ടൈം ടേബിൾ അനുസരിച്ച് തന്നെ നമുക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ചെങ്ങന്നൂർ ഭദ്രാസന ഡയറക്ടറായിരിക്കുന്ന ശ്രീ ഡോക്ടർ ജേക്കബ് ഉമ്മൻ സാറ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് PK കുശിയച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭദ്രാസന സെക്രട്ടറി. നമ്മുടെ വികാരി അച്ഛനുണ്ട്. നമുക്ക് പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ മുൻപോട്ടോ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള ദൈവമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ അവധിക്കാലം നിന്റെ ആലയത്തിൽ നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിലിരുന്ന് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ ഈ ദിവസങ്ങളെ ഞങ്ങൾ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റണം.
ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പകർന്നു കിട്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പിലും യാത്രയിലും പോക്കിലും വരവിലും പാതകൾക്ക് തെളിച്ചവും ഊടുവഴികൾക്ക് പ്രകാശവുമായി തീരുവാൻ സംഗതിയാണ്. ഈ OVBS നേതൃത്വം കൊടുക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായോ അധികമായോ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലോകം മുഴുവനുമുള്ള സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനും ഞങ്ങളുടെ കൂടിവരവുകളെ അനുഗ്രഹപ്രദമാക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമ മഹത്വത്തിനായിട്ട് തന്നെ. എല്ലാവർക്കും അവിടെ ഇരിക്കും. ഏവർക്കും സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജിജി പണിക്കർ സാറിനെ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വലിയ ദൈവകൃപയാൽ വീണ്ടും ഒരു വർഷം കൂടി OVBS എന്നുള്ള ആ പ്ലാറ്റ്ഫോമിൽ കൂടിക്കാണുവാനായിട്ട് ഇടയാക്കിയ ദൈവതിരുനാമത്തെ ആദ്യമായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇവൻ്റാണ്. എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൺഡേ സ്കൂൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ ഒന്നാമത് തന്നെ സഭയുടെ പല പ്രവർത്തനങ്ങളിലും യുവാക്കളും കുഞ്ഞുങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിൽ ഇത്രയും കുട്ടികളെ നമ്മൾ കൂട്ടിവരുത്തുക എന്നുള്ളത് ശ്രമകരമായ സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന സൺഡേ സ്കൂൾ എല്ലാ ഞായറാഴ്ചയുള്ള സൺഡേ സ്കൂൾ ആവിഷ്കരിക്കുന്ന ഓരോ പരിപാടികളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് താല്പര്യപൂർവ്വം ഭാഗഭാക്കാകുന്നു എന്നുള്ളത് വലിയൊരു ദൈവകൃപയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പം ഈ വർഷത്തെ OVBS വലിയ ഒരു നല്ല ചിന്താവിഷയമാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. നടപ്പിൽ നിർമ്മലരായിരിക്കും, വോക്ക് ഇൻ പ്യൂരിറ്റി എന്നുള്ള ചിന്താവിഷയം അല്ലെങ്കിൽ തീം നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് ലോകത്തില്, സമൂഹത്തില്, നമ്മുടെ ചുറ്റുപാടില്, നമ്മുടെ ഇടയിൽ വളരെയധികം പ്രശ്നങ്ങളും സങ്കീർണതകളും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് നിർമ്മലത എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 8 തീയതി വരെയുള്ള ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതകാലം മുഴുക്കയും അത് കൊണ്ടു നടക്കുവാനായിട്ട് സാധിക്കും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം നോക്കി ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ തലമുറയിലുള്ള ആൾക്കാർ, ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നല്ല ശീലങ്ങൾ പിള്ളേരിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു വേദിയാണ് OVBS. ഈ ദിവസങ്ങൾ, ഇന്ന് മുതൽ 8 തീയതി വരെയുള്ള ദിവസങ്ങൾ, സർവശക്തനായ ദൈവം തമ്പുരാന് നമുക്ക് ഓരോരുത്തർക്കും അതിനെ കഴിവും അറിവും ബുദ്ധിയും നൈർമല്യതയും നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമുക്ക് അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ വികാരി റവറൻഡ് ഫാദർ മത്തായി സക്കറി അച്ഛന്, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനാണ്. ഏത് കാര്യത്തിലും ഇങ്ങോട്ട് തന്നെ എന്നോട് ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അച്ഛൻ്റെ കഴിവിനെക്കുറിച്ചും അച്ഛൻ്റെ അറിവിനെക്കുറിച്ചും അപ്പം എല്ലാ കാര്യങ്ങളിലും എനിക്ക് മാർഗദർശകമായിരിക്കുന്ന, ഇടവകയിലെ മാർഗദർശകമായിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനെ ഈ OVBSലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ചെങ്ങന്നൂർ ഭദ്രാസന ഡയറക്ടറായിരിക്കുന്ന ശ്രീ ഡോക്ടർ ജേക്കബ് ഉമ്മൻ സാറാണ്. കഴിഞ്ഞ 5 വർഷക്കാലം സൺഡേ സ്കൂളിലെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ 52 സൺഡേ സ്കൂൾ അല്ലേ സാറേ? 52 സൺഡേ സ്കൂൾ അല്ലേ നമ്മുടെ ഭദ്രാസനത്തിൽ? 58 സൺഡേ സ്കൂളിൽ എല്ലായിടവും ഒരേപോലെ ഓടി നടന്ന്
എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു സാറാണ് ജേക്കബ് ഉമ്മൻ സാർ. നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ഏത് പരിപാടി നടന്നാലും അവിടെ വന്ന് എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് വളരെ ശുഷ്കാന്തിയോട്, വളരെ ഡിസിപ്ലിനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാറാണ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ടുള്ള ജേക്കബ് ഉമ്മൻ സാർ. ഇവിടെ ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോഴേ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അന്നേരം എല്ലാം നിറസാന്നിധ്യമായിരുന്നു. അപ്പം നമ്മുടെ സൺഡേ സ്കൂളിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്ന ഡയറക്ടറാണ്. അപ്പം ഇന്നത്തെ ഈ OVBS പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ജേക്കബ് ഉമ്മൻ സാറിനെ ഞാൻ നിങ്ങളുടെ ഓരോരുടെയും പേരിലും നമ്മുടെ ഇടവകയുടെ പേരിലും സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നതും വരാമെന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന റവറൻഡ് ഫാദർ PK കോശി അച്ഛനാണ്. കോശി അച്ഛനും വരുമെന്നാണ് പറഞ്ഞത്. PK കോശി അച്ഛൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തും. അപ്പം അച്ഛനെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ OVBSന് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളാണ് ഈ OVBSലെ പ്രധാനപ്പെട്ട പാർട്ട്. നിങ്ങൾ ഓരോരുത്തരെയും ഈ OVBS 2020 ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യാപകരില്ലെങ്കിൽ OVBS സെഷൻസ് ഒന്നും ശരിയാകുകയില്ല. ഇതിനെ പാട്ട് പഠിപ്പിക്കുന്ന പിന്നെ നവീന്, അനു, എലിസബത്ത് ടീച്ചർ, പിന്നെ ഒരാളുണ്ടല്ലോ അയോണ. ഇവർ 4 പേരെയും സ്വാഗതം ചെയ്യുന്നു. അയോണ എത്തിയിട്ടില്ല, കോളേജിൽ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട്, കൺവീനറായിട്ടിരിക്കുന്ന നമ്മുടെ എലിസബത്ത് ജോർജ് ടീച്ചറാണ്. എലിസബത്ത് ജോർജ് ടീച്ചറെയും മറ്റുള്ള എല്ലാ അധ്യാപകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, പിന്നെ വന്നു ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ, ഇതിന് താല്പര്യം പ്രകടിപ്പിച്ച മാതാപിതാക്കളെയും ഈ OVBSന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കർത്തവ്യത്തിന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. ഇപ്പോഴേ ക്ഷീണിച്ചു, എന്നോട് ഉറക്കെ പറഞ്ഞേ. നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. കേൾക്കാൻ പറ്റത്തില്ല, മാർക്കിച്ച് വരെ കേൾക്കാം. ഉറക്കെ പറഞ്ഞു. നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. ഒന്നുകൂടെ ഉറക്കെ. നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. ബദൽപ്പള്ളിയിൽ OVBS നടക്കുമെന്ന് അറിയണ്ടേ? ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരും. പ്രത്യേകിച്ച് നമ്മുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശി അച്ഛൻ നമുക്ക് ഇന്ന് അനുഗ്രഹ സന്ദേശം നൽകുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ഉമ്മൻ സാറ്, നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ജിജി പണിക്കർ സാർ, സൺഡേ സ്കൂളിന്റെ പ്രിയ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാർക്ക് ഏവർക്കും സ്നേഹവന്ദനം. OVBS പഠിക്കാൻ വരുന്ന സന്തോഷമാണോ? ആണോ? എന്തുകൊണ്ട്? നല്ല പാട്ട് കേൾക്കാം, നല്ല ആക്ഷൻ സോങ് കളിക്കാം, പിന്നെ നല്ല ഗെയിംസ് ഉണ്ട്, വേദപുസ്തകത്തിലെ കഥകളൊക്കെ പഠിക്കാം, പിന്നെ കാപ്പി കിട്ടും, പിന്നെ കളർ ചെയ്യാം. പിന്നെ നിങ്ങൾ OVBS സന്തോഷമാണെന്ന് എനിക്കറിയാം. ആ പുറകെ ഇരിക്കുന്ന അപ്പച്ചന്മാര് ആ ചാരി ഇരിക്കാതെ ഇച്ചിരി ഇങ്ങോട്ട് കയറിയിരുന്നേ, ഇങ്ങോട്ട് ഭയങ്കര ക്ഷീണം ഇപ്പോഴേ. OVBSന്റെ ആദ്യത്തെ നിമിഷങ്ങളായതേ ഉള്ളൂ. ഈ വർഷത്തെ ചിന്താവിഷയം എന്താണ്? നടപ്പിൽ ഏത് സങ്കീർത്തനാണെന്നറിയാം? 119 സങ്കീർത്തനം അല്ലേ? 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താ? വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാ?
117 അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് ചിന്താവിഷയമായി എടുത്തിരിക്കുന്ന സങ്കീർത്തനം ഏറ്റവും വലിയ സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. 119 സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. എന്താ ഈ നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ? 2 വാക്കുകളുണ്ട്. ഒന്ന് നടപ്പ്, 2 നിർമ്മലത. എന്താ നടപ്പെന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏത് നടപ്പിന്റെയാ? പള്ളിയിലോട്ടുള്ള നടപ്പാണോ? സ്കൂളിലേക്കുള്ള നടപ്പാണോ? പിന്നെ എങ്ങോട്ടുള്ള? എമ്പുരാൻ കാണാനുള്ള പോക്കാണോ? പിന്നെയോ അതിൻ്റെ ഇടയ്ക്ക് എമ്പുരാൻ കണ്ടവരൊക്കെ നോക്കി ഇത്രയേ ഉള്ളൂ. ഓക്കെ. നടപ്പ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വഴികൾ, നമ്മൾ ഓരോ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഓടുന്ന യാത്രയെ മുഴുവനായും ഉദ്ദേശിച്ച് പറയുന്നത്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ജേക്കബ് ഉമ്മൻ സാറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ജേക്കബ് ഉമ്മൻ സാറ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ 58 സൺഡേ സ്കൂളിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒരു ജോലിയൊക്കെ ചെയ്ത് റിട്ടയർ ചെയ്ത ആളാണ്. എന്ത് ജോലി അദ്ദേഹം ചെയ്തെന്നറിയാമോ? ഒരു ബാങ്കിന്റെ മാനേജറായിരുന്നു. ഈ അടുത്ത സമയത്താണ് സാറ് ഡോക്ടറേറ്റ് പൂർത്തീകരിച്ചത്. റിട്ടയർ ചെയ്ത് ആ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് വിരമിച്ച് സഭാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്, സഭയുടെ ധാരാളം കമ്മിറ്റിയിലെ അംഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം തൻ്റെ PhD പൂർത്തീകരിച്ചു. നമ്മുടെ ജിജി പണിക്കർ സാറും PhD അതിന്റെ പൂർത്തീകരണത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന കാലം, ദൈവം തരുന്ന ഈ അവസരങ്ങൾ, എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന നമ്മുടെ പ്രയത്നങ്ങളെ പൂർണ്ണമായിട്ട് എന്ത് പറയാം? നമ്മുടെ നടപ്പ് എന്ന് പറയാം. ഈ നടപ്പിൽ എന്ത് വേണം? നിർമ്മലത വേണം, അല്ലേ? സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് മനുഷ്യൻ എന്ത് വേണം? നിർമ്മലത വേണം, അല്ലേ? നമ്മൾ തീരെ കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കയ്യിലെടുത്ത് എന്ത് ചെയ്യാൻ തോന്നും? ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ അതിന് ഇംഗ്ലീഷ് ഒരു വാക്ക് പറയും, എന്തോ ഒരു ക്യൂട്ടാ എന്ന് ചോദിക്കാറില്ല, അല്ലേ? കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു ആ ക്യൂട്ട്നെസ് പറയുമല്ലോ, അത് നമ്മൾ വളരുമ്പോൾ നഷ്ടപ്പെടും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ പറ്റിയുള്ള ദേഷ്യം, മറ്റുള്ളവരെ പറ്റിയുള്ള പക, അല്ലേ? കുറ്റം പറച്ചില്, ഇങ്ങനെ വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലെ ക്യൂട്ട്നെസ് നഷ്ടപ്പെടും, നിർമ്മലത നഷ്ടപ്പെടും. അപ്പം ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തീരെ, അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ്, കർത്താവ് പറയും, നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെയാകാം? ശിശുക്കളെ പോലെയാകാം. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ നടുക്ക് ഈ നിർമ്മലത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് പറയാൻ ഈ OBBS നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന ആശംസകളും പ്രത്യേകമായി നമ്മുടെ OBBSലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അതിന് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടിയും അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് മുഖ്യ സന്ദേശം നൽകുവാൻ തക്കവണ്ണം ജേക്കബ് ഉമ്മൻ സാറിനെ ക്ഷണിക്കുന്നു. നടപ്പിൽ നിർമ്മലയായി അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറയുമ്പോൾ ഉച്ചത്തിൽ പറയും എന്ന് മനസ്സിലായി. എന്നാലും ഒന്നുകൂടെ പറയുക, നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ. അച്ഛൻ ഇപ്പൊ എന്നോട് ഒരു അസൂയ തോന്നി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. വന്ദിനായ പ്രിൻസ് അച്ഛൻ, നമ്മുടെ സൺഡേ സ്കൂളിന്റെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ജിജി പണിക്കർ സാർ, ഈ OBBSന്റെ കൺവീനർ ബഹുമാനപ്പെട്ട എലിസബത്ത് ടീച്ചർ, ബഹുമാന്യരായ മുൻ പ്രധാന അധ്യാപകർ ഇവിടെയുണ്ട്, ബഹുമാനപ്പെട്ട അധ്യാപകർ, എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ,
ഞാൻ സാധാരണ OVBS ചെല്ലുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അല്പം എൻ്റെ ജോലി അല്പം കൂടി എളുപ്പമായി. നമ്മുടെ ഭദ്രാസനത്തിൽ 58 സൺഡേ സ്കൂളുകൾ ഉള്ളതിൽ 49 പള്ളികളിലായി OVBS ഈ വർഷം നടക്കുന്നുണ്ട്. അതിൽ 33 പള്ളികളിൽ ഈ സമയത്തും ബാക്കിയുള്ളവ ഈസ്റ്റർ കഴിഞ്ഞുമാണ് നടക്കുന്നത്. ഈ ഞായറാഴ്ച മുതൽ തുടങ്ങി ഞാൻ ഇതിനോടകം ഇന്ന് 11ാമത്തെ യൂണിറ്റാണ് സന്ദർശിക്കുന്നത്. ഇനിയും ഇന്ന് തന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് 3 യൂണിറ്റുകളിൽ ഞാൻ ചെല്ലാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഈ പോകുന്നിടത്തൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. ഇടവകയുടെ വികാരിമാരും ഭരണസമിതി അംഗങ്ങളും ഇടവകയിലെ മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഒന്നു ചേർന്ന് ഇത്രയധികം സന്തോഷത്തോടെ നടക്കുന്ന മറ്റൊരു ഫംഗ്ഷനും എല്ലാ ഇടവകകളിലും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി. കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് വിനോദം സന്തോഷം ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം ഉപരി OVBS കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ആ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാനുള്ള പല മാർഗങ്ങളും കുഞ്ഞുങ്ങൾക്ക് വിനോദ വിജ്ഞാന രീതികളിലൂടെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 119 സങ്കീർത്തനത്തിന്റെ 9ാം വാക്യം നമ്മുടെ തീമായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഉള്ളപ്പോൾ ഞാൻ അച്ഛൻ ചോദിച്ച ചോദ്യം പലയിടത്തും ചോദിക്കാറുണ്ട്. 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇന്നലെ ഞാൻ മെഴുവേലിപ്പള്ളിയിൽ പോയപ്പോൾ ഞാൻ 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞ് പറഞ്ഞു ഏറ്റവും വലിയ അധ്യായമാണ് എന്ന് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു ആരും വായിക്കാത്ത സങ്കീർത്തനമാണെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ വളരെ സത്യമായിട്ടത് തോന്നി. അതെടുക്കുമ്പോൾ തന്നെ വലിയ നീണ്ട ഒരു സങ്കീർത്തനം ആരും വായിക്കില്ല. സാധാരണ കുഞ്ഞുങ്ങൾ വായിക്കുന്നത് 23ാം സങ്കീർത്തനം വായിക്കും, ഇല്ലെങ്കിൽ 117 ആയിരിക്കും വായിക്കുന്നത്. ഞാനപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ തീം 119 നിന്ന് തന്നെ എടുത്തത് എന്ന്. 119ാം സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരധ്യായത്തിലും കാണാത്തതുപോലെ ഈ സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ സബ് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു അസൈൻമെന്റ് തരികയാണ്. വീട്ടിൽ പോയി 119ാം സങ്കീർത്തനത്തിന്റെ 2ാം ഭാഗത്തുള്ള ആ 9ാം വാക്യം നിങ്ങൾ വായിക്കണം. അതിന്റെ താഴോട്ടുള്ള ഭാഗം വായിക്കണം. അതിന് എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് എഴുതി വെക്കണം. എന്തിനാണ് ഈ പേരുകൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചപ്പോൾ ഇത് എന്താണ് ആ പേര് എന്ന് ചോദിച്ചപ്പോൾ പല കുഞ്ഞുങ്ങളും പറഞ്ഞു എഴുതിയ ആളിന്റെ പേരാണ് എന്ന് പറഞ്ഞു. ഈ 22 ഭാഗങ്ങളായിട്ട് 119ാം സങ്കീർത്തനങ്ങൾ തിരിക്കുകയും അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ സബ് ടൈറ്റിലും കൊടുത്തിട്ടുള്ളത്. അത് ആദ്യത്തേത് ആലെഫ് എന്നാണ്, രണ്ടാമത്തേത് ബേത്ത് എന്നാണ്. ആ ബേത്ത് എന്ന ഭാഗത്താണ് നമ്മുടെ തീം അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തൗ എന്ന ആ വാക്കോടുകൂടിയാണ് അതിന്റെ ഭാഗങ്ങൾ അവസാനിക്കുന്നത്. ഈ 22 കാര്യങ്ങൾ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയുടെ അൽഫബറ്റ്സ്. നമ്മുടെ ഇംഗ്ലീഷിൽ ABCD അപ് ടു Z 26 അൽഫബറ്റ്സ് എന്ന് പറയുന്നത് പോലെ സുറിയാനി ഭാഷയിൽ ആലെഫ് ബേത്ത് എന്ന് തുടങ്ങി തൗ വരെ 22 അൽഫബറ്റ്സ്. ഈ 22 അൽഫബറ്റ്സ് ആണ് ഈ 119ാം അധ്യായത്തിന്റെ ഓരോ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്.
ഞാനിത് നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് സുറിയാനിയുടെ ആൽഫബറ്റ്സ് 22 എണ്ണവും എനിക്ക് അറിയാം എന്ന് ഭാവിയിൽ ധൈര്യപൂർവ്വം മറ്റു കുട്ടികളോടോ മറ്റുള്ളവരോടോ നിങ്ങൾക്ക് പറയുവാൻ കഴിയും. നമ്മളുടെ OVBSന്റെ ഒരു പ്രധാനപ്പെട്ട അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ അത് എടുക്കണം. ഞാൻ നമ്മുടെ തീമിലേക്കൊന്ന് കടക്കുകയാണ്. തീമിൽ നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ എന്നുള്ള സെന്റൻസ് അതുപോലെ 119-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമ്മളത് വായിച്ചാൽ ആ സെന്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ആ ചോദ്യത്തിന്റെ ഉത്തരം 6-7 ദിവസങ്ങളിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ OVBSന്റെ ഉദ്ദേശം. അതിന്റെ ഉത്തരം താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഉടനെ പറയുന്നുണ്ട്, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെന്റൻസ് ആയിട്ട് എനിക്ക് തോന്നി. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അവിടെ നിന്റെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം. അതിനെ എന്ന് പറയുന്ന ആ സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ എന്ന് പറയുന്നത് നിന്റെ നടപ്പിനെ. ഈ നടപ്പ് എന്താണെന്ന് അച്ഛൻ പറഞ്ഞു. നടപ്പ് എന്ന് പറയുന്നത് വാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ആ അർത്ഥത്തിലല്ല അവിടെ നടപ്പ് ഉപയോഗിക്കുന്നത്. നടപ്പെന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം നടപ്പ് എന്നുള്ളതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപ്പ് നിർമ്മലമായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു രൂപാന്തരം വരണം. നടപ്പ് മോശമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു വാക്ക് പറയും, കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കും. നടപ്പ് ശരിയല്ലെങ്കിൽ നാട്ടുഭാഷയിൽ പറയും അവൾ ദുർനടപ്പുകാരിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ അവൻ ദുർനടപ്പുകാരനാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ നടപ്പ് നല്ല നടപ്പായി തീരുവാൻ, നിർമ്മലരായി തീരുവാൻ പരിശീലിപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങളായി നമ്മുടെ OVBS ദിവസങ്ങൾ പരിണമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ OVBS കഴിയുമ്പോഴേക്കും നിർമ്മല മനസ്കരായ കുഞ്ഞുങ്ങളായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം, ബഹുമാനപ്പെട്ട അധ്യാപകർ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ തൊട്ടടുത്ത് കിൻഡർ ജോയിയുടെ പോലും രൂപത്തിൽ മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും കൈയെത്തുന്ന ദൂരത്ത് നിൽക്കുകയാണ്. നമുക്കത് പാടെ വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല, ഒരു സത്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ +2 കഴിഞ്ഞ് ഉപരിപഠനത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ അയക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ അവരെ നിർമ്മലരാകുവാൻ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വർഷം OVBSന്റെ ഒരു ദിവസം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കണം എന്ന് നമ്മുടെ അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യാപകരുടെ ഹാൻഡ് ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ പേജുകളിൽ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു ദിവസം ലഹരി വിരുദ്ധ ദിനം. വെറുതെ അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഹരിയുടെ ഉപയോഗം എന്തുകൊണ്ട് മാരകമാണെന്നും അതിന്റെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം അവരുടെ ഭാവി ഈ ദിവസങ്ങളിൽ ആണ് ഇരിക്കുന്നത്. അവരെ നന്നായി മോൾഡ് ചെയ്യുവാൻ, അവരെ നിർമ്മലരായി ഭാവിയിലും നടക്കുവാൻ, അവർ പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോയി ജോലി സമ്പാദിച്ചു കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്ന് അമ്മമാരായി, അപ്പന്മാരായി, വല്യമ്മമാരായി ഒക്കെ കഴിയുമ്പോഴും നടപ്പിലെ നിർമ്മലത സൂക്ഷിക്കുവാൻ തക്കവണ്ണം അതിനെ പരിശീലിപ്പിക്കുവാൻ ഈ
വർഷത്തെ OVBS സംഗതിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർത്തീകരിക്കുകയാണ്. എനിക്ക് ഈ ഇടവകയിലെ സൺഡേ സ്കൂളിനെ പറ്റി, സൺഡേ സ്കൂൾ പ്രവർത്തനത്തെ പറ്റി വളരെ സന്തോഷമുണ്ട്. കാരണം എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന, എപ്പോഴും ഈ ബഥേലിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒക്കെ നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസച്ചന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സംഘടനകളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടെ ബഹുമാനപ്പെട്ട അച്ഛൻ ആവശ്യമായ വെള്ളവും വളവും നൽകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ സ്കൂളിന്റെ മുൻ പ്രഥമാധ്യാപകർ ഉൾപ്പെടെ സൺഡേ സ്കൂളിൽ ഒരു നല്ല ടീം ഇപ്പോൾ ബഹുമാനപ്പെട്ട ജിജി സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്ക് കുഞ്ഞുങ്ങളോടായി പറയുവാനുള്ളത്, അവരുടെ വീട്ടിലെ ജോലികളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് സമയം മാറ്റിവെച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. അധ്യാപകരോട് ഞാൻ പറയുന്നത്, ഒരു ദിവസവും എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലോർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നിശ്ചയമായും നമുക്കും അവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും. അവസാനമായി ഒരു കാര്യം കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ 2020 മുതൽ ഈ 25 വരെ സൺഡേ സ്കൂളിന്റെ ചുമതല കൈകാര്യം ചെയ്യുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. 2025 മെയ് 30 ഞങ്ങളുടെ ചുമതല, ഇപ്പോഴുള്ള കൗൺസിലിന്റെ ചുമതല അവസാനിക്കുകയാണ്. സെക്രട്ടറിമാരെ, ഭദ്രാസന സെക്രട്ടറിയും ഡിസ്ട്രിക്ട് സെക്രട്ടറിയും ഒക്കെ തെരഞ്ഞെടുപ്പിലൂടെ എടുത്തു കഴിഞ്ഞു. ഇനിയും ഡയറക്ടറും ഇൻസ്പെക്ടറും അത് തിരുമേനിയുടെ നോമിനേഷനാണ്. ഒരുപക്ഷെ ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങളെ ഇനിയും ഇതുപോലെ ഒന്ന് അഭിസംബോധന ചെയ്യുവാൻ അവസരം ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹകരണത്തിനും, എല്ലാ പ്രോത്സാഹനത്തിനും, സൺഡേ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സൺഡേ സ്കൂൾ ഭദ്രാസന കൗൺസിലിന് വേണ്ടി ഈ അവസരം അറിയിക്കുകയാണ്. തുടർന്നും ഈ സൺഡേ സ്കൂൾ ഇതിലും ഭംഗിയായി പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ഈ വർഷത്തെ OVBSന്റെ ക്ലാസ്സുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് PK കോശി അച്ഛനാണ്. ഭദ്രാസന സെക്രട്ടറി അച്ഛന് ഔദ്യോഗികമായ തിരക്കുകൾ കാരണം അല്പം ലേറ്റ് ആയിട്ടേ വരികയുള്ളൂ. അച്ഛൻ വരുമ്പോൾ നമ്മുടെ OVBS സന്ദർശിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജേക്കോബ് സാറിന്റെയും നമ്മുടെ സൺഡേ സ്കൂളിന്റെ എല്ലാ ചുമതലപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങളുടെയും നാമത്തിൽ ഈ വർഷത്തെ OVBS ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ OVBS അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് 9:30 ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതാണ്. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുവാൻ OVBSന്റെ കൺവീനർ ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട എലിസബeth ജോർജ് അവരുകളെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. 2025 നമ്മുടെ OVBSന്റെ നാന്തി കുറിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന ഉദ്ഘാടന മീറ്റിംഗിൽ പങ്കെടുത്ത നമ്മുടെ ശ്രേഷ്ഠരായ നമ്മളെ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് താങ്ക്സ് പറയാനാണ്, വോട്ട് ഓഫ് താങ്ക്സ്. അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ വളരെ സുദീർഘമായിട്ട് വിശദമായിട്ട് മുൻ പ്രസംഗങ്ങളിലൊക്കെ നമ്മുടെ ചിന്താവിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആദ്യമായി ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളെ ക്ഷണിച്ചിരുന്നത് നമ്മുടെ ഭദ്രാസന സെക്രട്ടറി റവറൻഡ് ഫാദർ കോശി അച്ഛനെയാണ്. അച്ഛൻ ചില തിരക്കുകൾ കാരണം ഇവിടെ എത്തപ്പെടാൻ താമസിക്കുന്നു. അച്ഛനെ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു.
നമ്മുടെ ഈ വേദി അലങ്കരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ തന്നെ വികാരി, നമ്മുടെ പ്രിയപ്പെട്ട മത്തായി സക്കറിയാച്ചൻ, പ്രിൻസ് അച്ഛൻ വളരെ നന്നായി നിർമ്മലതയിലേക്ക് എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അച്ഛൻ്റെ 44-ാം ബർത്ത്ഡേ വാരമാണ് ഈ OVBS. ഞാൻ നമ്മുടെ ബഥേൽ ഇടവകയുടെ നാമത്തിൽ അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ടായിട്ട് സമർപ്പിക്കുകയാണ്. അച്ഛന് ഒരാശങ്കയുണ്ടായിരുന്നു, ഒരു വർഷം കൂടെ കഴിഞ്ഞു പോയി എന്ന്. ഒരു വർഷം കൂടെ കഴിഞ്ഞെങ്കിലും ഒരുപാട് വർഷങ്ങൾ ഇനിയും ദൈവം തന്ന് ആയുരാരോഗ്യത്തോടെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഈ OVBSന്റെ നാമത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ജേക്കബ് ഉമ്മനച്ചൻ, ജേക്കബ് ഉമ്മൻ സർ വളരെ വിശദമായിട്ട് വളരെ ഗഹനമായ കാര്യങ്ങൾ 119-ാം സങ്കീർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ സ്തുത്യർഹമായ സേവനം കഴിഞ്ഞ 5 വർഷം നമ്മുടെ സൺഡേ സ്കൂളുകൾക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഈ സൺഡേ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ചു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ യോഗത്തിൽ വന്ന് ഞങ്ങളെ ഈ പ്രഭാഷണം മൂലം അനുഗ്രഹിച്ച ശ്രീ ജേക്കബ് ഉമ്മൻ സാറിന് ഈ OVBSന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വേദിയിൽ ഇനിയുമുള്ളത് നമ്മുടെ HM, എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജിജി പണിക്കർ സർ. വളരെ ശുഷ്കാന്തിയോടെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മുടെ സൺഡേ സ്കൂളിനെ നയിച്ചു. ഇനിയും വളരെ അർത്ഥവത്തായി ഭംഗിയായ രീതിയിൽ തന്നെ ഈ സൺഡേ സ്കൂളിനെ നയിക്കാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം നമ്മുടെ എല്ലാം നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ഈ ഇടവകയെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ രക്ഷകർത്താക്കൾ, ഈ പള്ളിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് തന്നെ ഞാൻ അവരെ കരുതുന്നു. വന്ന് ചേർന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇനിയും നമ്മുടെ ജിതിൻ, നമ്മളുടെ ഈ മുഖങ്ങളും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിസ്മരണീയമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾക്ക് കാണത്തക്കതുപോലെ അത് പകർത്തിയെടുക്കുന്ന ഒരു വലിയ ദൗത്യം നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ കാണുന്നുണ്ട്. ജിതിനെ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും ഏറ്റവും അവസാനമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത്രയും നേരവും ആ പുറകിൽ വളരെ അധികം സമയം നിങ്ങൾ ഇരുന്നു. എന്നാലും മുഷിവൊന്നും തോന്നരുത്. ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങളില്ലെങ്കിൽ OVBS ഇല്ല, സൺഡേ സ്കൂൾ ഇല്ല. നിങ്ങളാണ് ഈ OVBSന്റെ മുഖ്യ ഘടകം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഈ സൺഡേ സ്കൂളിൻ്റെ നാമത്തിൽ, ഈ ഇടവകയുടെ നാമത്തിൽ നിങ്ങൾക്ക് ടീച്ചർ അർപ്പിക്കുന്നു. ഏവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന സുന്ദര നിമിഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും അല്ലേ? ഇനിയുള്ള ദിവസങ്ങളെല്ലാം സന്തോഷപ്രദമാകട്ടെ, അനുഗ്രഹപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. OVBSന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർപ്പിക്കുക. ഈ ദേവാലയത്തിന് നടുക്ക് ഒരു കുരിശ് വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ അതിന്റെ പേരെന്താ? ആ വെച്ചേക്കുന്ന സ്റ്റാൻഡിന്റെ പേരെന്താ?
ഗോൽഗുഥ അല്ലേ? അതിൽ എന്തുണ്ട്? സ്ലീബാൻ. അത് എന്തിന്റെ പ്രതീകമാണ്? കർത്താവായ യേശു തമ്പുരാൻ ഗോൽഗുഥയുടെ മുകളിൽ നമുക്ക് വേണ്ടി മരിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ്, ആ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ഈ ഗോൽഗുഥയുടെ ചുറ്റിനും കിടന്ന് ഓടരുത്. പറഞ്ഞ മനസ്സിലായി? പള്ളിയിലേക്ക് കയറി വരുമ്പം ഗോൽഗുഥയിൽ മുത്തണം, തിരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോഴും മുത്തണം. വരുന്നതും പോകുമ്പോഴും എപ്പോഴും അല്ല, വരുമ്പോഴും പോകുമ്പോഴും മാത്രം മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ വന്ന് മിനിറ്റുകളായതേ ഉള്ളൂ OVBS പാഠപുസ്തകങ്ങൾ കീറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പാഠപുസ്തകത്തിലും അവരുടെ പേര് എഴുതിയോ? പേര്, സ്വന്തം പേര്. ആ പാഠപുസ്തകം അവസാന ദിവസം വരെ ഇത് കാണണം. നിങ്ങൾക്ക് ID കാർഡ് തരും, അതും കാണണം. എല്ലാ പുസ്തകവും സൂക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ വെള്ളം കൊണ്ടുവന്ന വെള്ളമൊക്കെ ഇപ്പോഴേ തീർന്നു. നമ്മുടെ സൺഡേ സ്കൂള് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. ചൂടുകാലമാണ്, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു. അധ്യാപകർ അനുവദിക്കുന്ന സമയത്ത് എപ്പോഴും പോയല്ല, വെള്ളം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കണം. 12 മണിക്ക് ഉച്ച നമസ്കാരമുണ്ട്. വെയിലിന്റെ കാഠിന്യം കൂടെ അറിയുന്നു. നിങ്ങളെല്ലാവരും കഴിവുള്ളിടത്തോളം ഉച്ച നമസ്കാരത്തിൽ നിൽക്കുക. കമ്പൽസറി അല്ല, പറ്റുന്നവർ ഉച്ച നമസ്കാരത്തിൽ വന്ന് സംബന്ധിച്ചിട്ട് പോവാനായിട്ട് ഇടയാകണം. അനുഗ്രഹപ്രദമായി OBS പൂർത്തിയാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.